ഞങ്ങൾ വരുവാ. അയ്യോ വർക്കിച്ചേട്ടാ, അങ്ങനെ പറയല്ലേ വർക്കിച്ചേട്ടാ. വർക്കിച്ചേട്ടാ ഞങ്ങൾ വരുമെന്ന് പറഞ്ഞാൽ വരും. അയ്യോ ഇപ്രാവശ്യം അങ്ങനല്ല, ഒരബദ്ധം പറ്റിയതാ വർക്കിച്ചേട്ടാ. ഞങ്ങൾ നാളെ വരും, അല്ല ഇന്ന് വരും. വർക്കിച്ചേട്ടാ അങ്ങനെ പറയല്ലേ, കഷ്ടമുണ്ട്. വർക്കിച്ചൻ എന്ത് പറഞ്ഞു? നിന്റെ എരിച്ചിലൊക്കെ മാറിയോ? അത് 2 ദിവസം പിടിക്കും. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ അവിടെ പുറകെ പോയിരുന്നു, അവസാനം പണിയും പോയി. എടാ അവള് സ്നേഹത്തോടെ വിളിച്ചിട്ട് ഇങ്ങനെ പണി തരാനാന്ന് ഞാൻ അറിഞ്ഞോ? ഇപ്പൊ എന്തായി? ജോലിയും പോയി, സമയവും നഷ്ടം. നിങ്ങളെന്താ ഇവിടെ? എടാ അജി, നീ ഒന്ന് പണിക്ക് പോയില്ലേ? അവിടെ നിന്ന് ആ പണിയും പോയി കിട്ടി. അതെന്ത് പറ്റി? ഓ എഴുന്നേക്കാൻ താമസിച്ചുപോയി. പിന്നെ അച്ഛനോട് ഓശാന പാടിയപ്പം സമയം പോയത് അറിഞ്ഞതുമില്ല. പോരാത്തതിന് ഇറങ്ങിയപ്പോ കണി കണ്ടത് ആ അമ്മൂനെയാണ്. ആ അമ്മൂമ്മേനെ കണി കണ്ട ഇന്നത്തെ കാര്യം പോയി കിട്ടും. അല്ല നിങ്ങളെന്താ ഇവിടെ? അളിയന്റെ ഷർട്ട് എവിടെ? ഷർട്ടിന് ഭയങ്കര ക്ഷീണം, ദോ ഉറങ്ങാൻ കിടക്കുന്നു. ചുമ്മാ ഇവൻ രാവിലെ ഒരുത്തിയുടെ പുറകെ മണം പിടിച്ച് പോയപ്പോഴേ എനിക്ക് തോന്നിയതാ ഇന്ന് പണി വല്ലതും കിട്ടുമെന്ന്. ആര്? ആ സ്മിത, അവക്ക് പ്രാന്തടാ പ്രാന്ത്. ദോഷം പറയരുത്, അവള് നല്ല തറവാട്ടി പിറന്ന അന്തസ്സുള്ള 1-ാം തരം മുതു പ്രാന്തി. അത് ശരി, അത് ഇവരെങ്ങനെ മനസ്സിലായി? ഇവനെ വിളിച്ചോണ്ട് അവിടെ വീട്ടിൽ കൊണ്ടുപോയി. എന്നിട്ട് ഇവന്റെ ആസനത്തിൽ മുളക് പൊടി വാരിയിട്ട് ഇപ്പൊ എങ്ങനെ ഉണ്ട്? അത് ഓർമ്മിപ്പിക്കലടാ. പിന്നെ അവസാനം ഈ പുഴ ചാടി അവന്റെ ആസനത്തിന് നീറ്റല് മാറ്റിയത്. അപ്പൊ അവക്ക് വട്ടായിരുന്നല്ലേ? കണ്ടാ പറയത്തില്ല. അവക്ക് വെറും വട്ടല്ല, ഒടുക്കത്തെ വട്ട. ഇനി എന്തായാലും വർക്കിച്ചാന്റെ വർക്ക്ഷോപ്പിൽ ചെന്നാ പണിക്കെടുക്കത്തില്ല, വേറെ വല്ല പണിയും നോക്കണം. അതാ നല്ലത്. അപ്പം പണി പോയി, ക്ഷീണം മാറ്റാൻ കുട്ടപ്പന്റെ കടയിലോട്ട് പോയാലോ? എന്തിനാ? പണി പോയ കാര്യം പറഞ്ഞവന് ചിരിക്കാനാ? എപ്പം പാട്ടാന്ന് ചോദിച്ചാൽ മതി. അവൻ നേരത്തെ അറിഞ്ഞാണ്. നീ വാ. നിക്ക്, ഞാൻ ഈ ഷർട്ട് ഒന്ന് എടുത്തോട്ട്. ദേ അവിടെ പോയി എനിക്ക് സംഭവിച്ചൊന്നും പറയരുത്. പറഞ്ഞു കഴിഞ്ഞാൽ ഈ പഞ്ചായത്ത് മൊത്തം ഒന്നാറും. അതൊന്നുമില്ല, നീ ധൈര്യമായിട്ട് വാ, ഞങ്ങളെ മിണ്ടില്ല. പോരെ, അത് മതി. മുളകുപൊടി മൊത്തം ബാക്കിയുള്ള അന്വേഷണം ജോലിയും പോയി. നിർത്തിക്കാടാ, പെട്ടെന്ന് നടയങ്ങോട്ട്. ഇത് പൊറാട്ടയാണ്, റബ്ബറാണ്. ആശാനെ എന്താ ആശാനെ കാണിക്കുന്നത്? അയ്യോ ഇത് ഞാനൊന്ന് കഴിക്കാൻ നോക്കുക. അതിനെ കഴിച്ചൂടെ? ഈ പൊറോട്ടയുടെ ആണ് ആശാന്റെ കളരി. അതിനിത് പൊറോട്ടയല്ലല്ലോ, റബ്ബറല്ലേ? ദേ എന്റെ ആശാനെ, ദേ രാവിലെ എന്റെ പൊറോട്ട കളിയാക്കരുത്. രാവിലെ മെനക്കെടുത്താനായിട്ട് എത്തിയല്ല പറ്റിയാര്. റപ്പ ഇന്ന് മെഡിക്കൽ സ്റ്റോർ തുറന്നില്ലേ? തുറന്നായിരുന്നു, ചായ കുടിക്കാൻ ഇറങ്ങിയത്. ആശാനെന്താ പൊറോട്ടയോടൊരു മൽപ്പിടുത്തം? അതെ, കുട്ടപ്പായുടെ പൊറോട്ടയല്ലേ, അപ്പൊ ഇച്ചിരി ബാസിൽ പിടിക്കേണ്ടി വരും. എന്തൊരു ചൂട്. ഇന്ന് പണിയൊന്നും ഇല്ലയോ? ഇന്നത്തെ പണിയും പോയി, 8ന്റെ പണിയും കിട്ടി. ഇനി പുതിയ പണി വല്ലതും നോക്കണം. അങ്ങനെ ആ പണിയും പോയി കിട്ടി. ഇതിലെന്തോ ഇത്ര ചിരിക്കാൻ? ചുമ്മാതല്ല നിങ്ങളെ വീക്കേന്ന് വിളിക്കുന്നത്. ദേ കുട്ടപ്പ, ശവത്തെ കുത്തരുത്. എല്ലാവരും വീക്കെ വെക്കെന്ന് വിളിച്ച് ആക്ഷേപിക്കരുത്. ഇവിടെ എല്ലാവർക്കും അറിയാം ഞങ്ങൾ വീക്കേളാണെന്ന്. എന്റെ ഭാര്യയും പറഞ്ഞു ഒരു വീക്കകളാണ്. എന്ത് കുന്തരാണ്ടുവാ? വീക്കെന്ന് പറഞ്ഞാൽ വെറും കുണ്ടികൾ. അതെന്തോ കുണ്ടി? വെറും കുണ്ടി. ഒരു പണി ഇല്ലാത്തവരെ ഇങ്ങനെയാ പറയുന്നത്. ഞാൻ ആദ്യമായിട്ട് കേൾക്കാം ഇങ്ങനെ ഒരു പേര്. ഇവരെയൊക്കെ അങ്ങനെയാ വിളിക്കുന്നത്. കുട്ടപ്പ, നീ അകത്ത് പോയി ചായ എടുത്തോട്ട് വന്നേ. എന്നാ വീക്കെ എടുക്കാം. എന്റെ കുട്ടപ്പ, നീ ഒന്ന് പതിയെ പറ. വഴിയെ പോകുന്ന പെണ്ണുങ്ങളാണ് കേട്ടോണ്ട് പോയാൽ നാണക്കേടാന്ന്. ഞങ്ങക്ക് കുട്ടപ്പ എന്നെ കട്ടപ്പയാക്കരുത് കേട്ടോ. ഓ, ഈ പൊറോട്ടയുടെ ഞാൻ തോറ്റ്. അല്ലാസാനെ പോവാന്നോ? മതിയായേ എൻ്റെ ഒരു പൊറോട്ട. ഓ അതെ, പറ്റില്ലെന്നും പറ്റ്. നിങ്ങളെ പണിയിൽ നിന്നും പറഞ്ഞു വിട്ടതാണോ അതോ രാജിക്കത്ത് കൊടുത്തതാണോ? രാജിക്ക് കത്ത് കൊടുത്തതല്ല വിഷയം, രാജിയുടെ അമ്മയോടൊരു ഉമ്മ ചോദിച്ചതാണ് വിഷയം. ആണി വെച്ച ചെരുപ്പായിരുന്നു. നമസ്കാരം. എന്റെ മെമ്പറെ, ഇപ്പോഴെങ്കിലും ഒന്ന് കണ്ടു കിട്ടിയല്ലോ. പഞ്ചായത്ത് മെമ്പർ ആയപ്പം നമ്മളെയൊക്കെ അങ്ങ് മറന്നു. ഓ അതൊന്നുമല്ല. പിന്നെ മെമ്പറെ, എന്തായി എന്റെ കാര്യം? എന്താകാൻ? ഓ, ഒന്നും അറിയാത്ത പോലെ തമാശകളോ മെമ്പറെ. എന്റെ പെണ്ണിന്റെ കാര്യം എന്തായി? ഞാനെന്തോ മാമയോ? നിന്റെ ഒക്കെ എന്തുവാടേ. പിന്നെ ഒരു പെണ്ണുണ്ട്, ഇപ്പൊ പോയാ കാണാം. നിങ്ങൾ ഇവിടെ കാണുമെന്ന് എനിക്കറിയാം, അതുകൊണ്ടാ ഇങ്ങോട്ട് വന്നേ. എങ്കിൽ പിന്നെ സമയം കളയുന്നത് എന്തിന്?
വാ പോയേക്കാം. അപ്പൊ ചായ ഹ, ഇവിടുത്തെ വാട്ടച്ചായ എന്തിനു കുടിക്കുന്നു? പെണ്ണ് കാണാൻ പോകുന്ന വീട്ടിൽ നിന്ന് കുടിക്കാം. Come on ടാ. അതാണ് നല്ലത്. പോയിട്ട് വരട്ടെ, കഷ്ടപ്പെട്ട് ചായ പോയിട്ട്. തറവാടികളാണ്. എങ്ങനെയുണ്ട്? എന്റെ വിലക്കും നിലയ്ക്കും പറ്റിയ ഫാമിലി ആയിരിക്കും. എന്നാ പിന്നെ അങ്ങ് ഇറങ്ങിയാണ്. അടിപൊളി, ഇത് ഞാൻ കലക്കും. കൊള്ളാലോ അളിയാ, ഇത് ഒത്തു കിട്ടിയ നല്ലൊരു ബന്ധമാണ് തോന്നുന്നു. അളിയനെ സെറ്റായില്ലെങ്കിൽ ഞാൻ സെറ്റാക്കാം. ഇറങ്ങിയപ്പോ തന്നെ അപശകനം പറയാതറാ തെണ്ടി. എന്തുവാടാ ഇത്? ഇത് പൂക്കടക്കാരുടെ മോനെ, പൂവും കായുള്ള ഒരു ഷർട്ട് നേരെ പിടിച്ചിട്ട് ഡീസൻ്റ് ആയിട്ട് വാടാ, വാ ഇങ്ങോട്ട്. എനിക്കിഷ്ടമുള്ള പോലെ ഞാൻ ഷർട്ടിടും നടക്കും. എന്നെ സുന്ദരാക്കാൻ വന്നേക്കുന്ന കള്ളത്തണ്ടി. ആ നമസ്കാരം. ചേട്ടാ, നമസ്കാരം. കയറി ഇരിക്ക്. നമസ്കാരം. ആയിക്കോട്ടെ ആയിക്കോട്ടെ, ഇരിക്കാം. എവിടെ തള്ളി കയറി പോകും? ഞാനാണ് ചക്കൻ. നമസ്കാരം. ഡേയ്, അവള് റെഡിയാണോ? അവളെപ്പോഴേ റെഡിയാ. ഇപ്പോഴത്തെ പിള്ളേർ ഭയങ്കര ഫാസ്റ്റാണ്. അവിടെ ഇവിടെ ഊട്ടയുണ്ടെന്ന് ചോദിച്ചാൽ നല്ല വീട്, അടിപൊളി. എന്നാ മോളെ വിളിക്കട്ടെ. ആയിക്കോട്ടെ. ഡേ, അവളെ പോയി നീ വിളിച്ചോണ്ട് വാ. അയ്യേ, ഇതാണ് ഇതായിരിക്കത്തില്ല. ചിപ്സും ബിസ്ക്കറ്റും ഐറ്റംസ് കുറവ്. ഇതാണോ പെണ്ണ്? എന്റെ അതാണ് പെണ്ണിനെ നല്ലപോലെ നോക്കിക്കോണേ. ഇതിനെ നോക്കുവല്ല, ഞാൻ കടിച്ച് തിന്നും. ദൈവമേ, അളിയ പെണ്ണോ പെണ്ണക്കല്ലോ. ഓടിയാലോ ഇതിന്. ആ എന്ത് ചെയ്യുന്നു? വർക്ക്ഷോപ്പിലാ. പണിയൊക്കെ പോയി. പെണ്ടല്ലടാ. ആ എന്തേലും പറഞ്ഞോ? അല്ല, വർക്ക്ഷോപ്പിലെ പണിയെല്ലാം ഓടി നടന്ന് ചെയ്യുകയാണെന്ന് പറയായിരുന്നു. അല്ലടാ, ഞങ്ങൾക്ക് ആകെയുള്ള മോള. എന്റെ ഭാഗ്യം, വേറെ ആരും ഇല്ലാത്തത്. ഈ കാണുന്നതൊക്കെയും ഞങ്ങളുടെ തങ്കക്കുടം പോലുള്ള മോൾക്ക് മാത്രമുള്ളതാണ്. അതും എന്റെ ഭാഗ്യമാണ്. കുഴപ്പമില്ല. നോക്കിയിരിക്കാതെ ബിസ്ക്കറ്റ് ചായ കേൾക്കാം. നശിപ്പിച്ച്. സത്യമല്ല, ഇത്ര നല്ല ഉപ്പേരി ഞാൻ കഴിച്ചിട്ടേ ഇല്ല. മാമന്റെ കൊലയല്ലയോ? ഏതാണോ ഈ വൃത്തിയേട്ടവൻ? നോക്കിക്കാതെ മാമനെ തിന്നെ. നമ്മൾ തമ്മി അങ്ങനെ വല്ലതും ഉണ്ടോ? നമ്മൾ തമ്മി അങ്ങനെ ഒന്നും ഇല്ല. കയ്യെ ഇത് എന്തൊരു സാധനം? നോക്കാതെ എടുത്ത് തിന്നു പറയാം. കേട്ടോ. അയ്യേ, എനിക്കൊന്നും വേണ്ട ഈ അമ്മാവനെ. അമ്മേ, അയാളെ കണ്ടാൽ തന്നെ അറിയാം, നല്ല പ്രായമുണ്ട്. പോരാത്തതിന് വയറും ചാടി ഒരു മാനേഴ്സും ഇല്ല. വൃത്തികെട്ട മനുഷ്യൻ. ഇതില് എത്രയോ ഡീസന്റ് ആ കൂടെ വന്ന കൂട്ടുകാരൻ. ഇയാൾക്ക് തലയ്ക്ക് വല്ല അസുഖമാണെന്ന് തോന്നുന്നു. ഇത് നടക്കില്ല. എനിക്കെങ്ങും വേണ്ട ഇയാളെ. മോള് പറഞ്ഞ് ശരിയാണല്ലോ. അമ്മാവ. അമ്മാവനോ? ആരാടാ നിന്റെ അമ്മാവൻ? അത് നീ സ്വയം വിളിച്ചാ മതി. എന്റെ പ്രായമുണ്ടല്ലോ നിനക്ക്. എടോ മമ്പറേ, ഇതെന്നോട് വേണ്ടായിരുന്നു. കടന്ന് പൊയ്ക്കോണ്ട് അവിടുന്ന്. വേഗം പോവാം, ഇവിടെ ഇന്നാ പണി വാളും. അല്ല, ബാക്കി ഉപ്പേരിയും കൂടെ തിന്നിട്ട് മെമ്പറെ ഓടിക്കോ. അയ്യോ, പോവല്ലേടാ, ഞാനും ഉണ്ടറാ. ഓറും തുറക്കുന്നില്ല. കേറ് മെമ്പറെ. തല്ലുകൊള്ളാതെ രക്ഷപ്പെട്ടത് ഭാഗ്യം. കാലം മാറി. കഥാപ്രസംഗം പറയാതെ വണ്ടി എടുത്തോണ്ട് പോ. കാരണം ഒരു കത്തി. ഞാൻ ഒരു മെമ്പറാ. ഈ കാര്യം ആരോടും പറയണ്ട. രണ്ടുപേരും കേട്ടല്ലോ. ഞാൻ ആരോടും പറയുന്നില്ലേ. എന്നാ ശരി. പോട്ടെ, നീ കാണണ്ട. ഇല്ല. ആ ശരി ശരി. അളിയ പെണ്ണിനെ കണ്ടോ? കണ്ടു. അതും ചീറ്റി. വയറും നിറയും കാരണം. ഇവന്റെ ആക്രമണം കണ്ടപ്പോഴേ അവള് വേണ്ടാന്ന് പറഞ്ഞു. പോരാത്തതിന് കൂറ ഷർട്ടും മുണ്ടും. എന്തായാലും പറഞ്ഞിട്ട് കാര്യമില്ല, അവക്ക് എന്നെ ഇഷ്ടമായെന്ന് തോന്നുന്നു. ആ ബെസ്റ്റ്. ഈ പട്ടിയെ കൊണ്ടുപോയാൽ കുഴപ്പമാവെന്ന് ചോദിച്ചാൽ ഈ പട്ടിയെ കൊണ്ടുപോയത്. 2 പട്ടികളും കൂടെ ചേർന്ന് എന്റെ ജീവിതം നായതാക്കി കണ്ടാലടങ്ങാനായിട്ട്. ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇങ്ങനെ പോയാൽ ശരിയാകത്തില്ല. ആ സ്മിത കാരണം ഉള്ള ജോലിയും പോയി. നിന്റെ പണി മാത്രമല്ല എന്റെ പണിയും പോയി ആ അമ്മ കാരണം. പോവലെ. ഇവൻ ഇന്ന് ഞാനൊരു പണി കൊടുക്കും. കുറെ നാളായി നമ്മളെ ഇവൻ കളിയാക്കുന്നു. ഇവനെ ഇന്ന് ഞാൻ അച്ചാറിടും. അണ്ണാച്ചി അച്ചാർ. എന്ത് പണി? അവന് ഞാൻ കാണിച്ചു കൊടുക്കാം. വൈകിട്ട് അടിക്കാനുള്ള ടച്ചിങ്സും ഗ്ലാസും എടുത്തു വെച്ചോ. സാധനം എടുത്തോണ്ട് ഞാൻ വരും. എന്നാ ശരി. അയ്യോ,
അയ്യോ ഇപ്പൊ തവളയുടെ മണ്ട വീണ്. ഊമ്പസി, ഊമ്പസി, അണ്ണാച്ചി കാര്യം ഊമ്പസി. തന്നെ പറ്റിയ സമയം. ആരുമില്ല അടുത്തു, ആരുമില്ല. മൊബൈൽ പൈസ, മൊബൈലെടുത്ത് വെള്ളം അല്ലേ വേണ്ട, ചട്ടിക്കകത്തിരിക്കട്ടെ, മേലെ കൂട്ടന് കൊടുക്കാം. അണ്ണാച്ചി പട്ടി അവൻ്റെ ഒരു കീറ തുണിയും മുട്ടെടുത്ത് കളി ഓട്ടങ്ങോട്ട്. മേലാൽ അവൻ ഇരട്ടപ്പേര് വിളിച്ചാരെയും കളിയാക്കരുത് തെണ്ടി. கடவுளே என் சட்டை எங்க? கடவுளே என் துணி எங்க? சட்டை எங்க? காணலையே, எல்லாமே போச்சா? ஐயோ ஐயோ. വച്ചാമാറേ ഗ്യാപ്പ് 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 ഗ്യാപ്പേ. ഭയങ്കര കോമഡി കളിയാ, പൊരിഞ്ഞ കോമഡി. നമ്മുടെ ആ ചൊറിയൻ അണ്ണാച്ചിയില്ലേ, അണ്ണാച്ചിക്കിട്ട് ഒരു മുട്ടം പണി ഇന്ന് കുളിക്കട വെച്ചാൽ കൊടുത്ത് അയാളുടെ പോക്കറ്റിൽ ഇരുന്ന പൈസയും എടുത്ത് അയാളുടെ ഉടുതുണിയും പണിയായതും എടുത്ത് ആറ്റിലും കളഞ്ഞു. നീ പൈസ എടുക്കുന്ന അയാൾ കണ്ടോ? ഏയ് ആര് കാണാൻ? കൊള്ളാം, ആരെങ്കിലും കണ്ടു കാണുമോ? അത് എനിക്കങ്ങനെ അറിയാം. ഏയ് ആര് കണ്ടു? ഇന്നത്തെ കാര്യം സെറ്റാന്നേ. കുശാലായാലും സെറ്റായാലും സെറ്റാന്നോ? കുട്ടപ്പന്റെ കടയിൽ പോയാലോ? അതെന്തിന്? ചായ കുടിക്കാൻ. ചായേ? അല്ല, ചാരായം. ആ അത് പറ, കഷ്ടപ്പെട്ടതിന് ഫലം വേണം. ചായ കുടിച്ചാണെങ്കിൽ ഇതൊക്കെ ചെയ്യേണ്ട നല്ല കാര്യമുണ്ടോ? എന്റെ കുട്ടപ്പ ഓംലെറ്റ് തരൂ. ഓംലെറ്റ് റെഡി. ഇനി ഉപ്പുണ്ടോ നോക്കി. കുറേശ്ശെ അടിയതാ, അണ്ണാച്ചി ഇല്ലായിരുന്നെ കാണായിരുന്നു. അണ്ണാച്ചിയോ? അയാളുമായി നിങ്ങൾ മിണ്ടിയോ? ഞങ്ങളുടെ പണക്കൊക്കെ അന്നേ മാറി. അങ്ങനെ അല്ലായിരുന്നല്ലോ അയാളുമായിട്ടുള്ള ബന്ധം. അവൻ നിങ്ങളെ കളിയാക്കില്ലായിരുന്നു. എന്നിട്ടിപ്പോ എന്തായി? വേണേ വിശ്വസിച്ചാൽ മതി. പിടിക്ക. എനിക്കോ? പിന്നെ എനിക്കോ? അങ്ങോട്ട് അടിക്കി കുട്ടപ്പ, എന്നിട്ടൊരു പാട്ട് അങ്ങോട്ട് കീച്ച്. ചേട്ടൻ ഇഷ്ടമുള്ളത് കീച്ചിക്കോ, താളം ഞങ്ങൾ പിടിച്ചിരി. പോരട്ടെ ഇങ്ങോട്ട്. മേടിച്ചിരിക്കാതെ ഇങ്ങോട്ട് പോരട്ടെ. നിങ്ങൾ താളം പിടിച്ചോണം. കൊറേ നാളായി മനസ്സൊന്ന് തണുത്തിട്ട് ചേട്ടൻ ഇഷ്ടമുള്ള ഒരു പാട്ട് അങ്ങോട്ട് പാട്. നമുക്ക് താളം വിളിക്കാറിയാ. അത് ഞങ്ങളെ കാടും മേടും കടന്നു വരുന്നൊരു നാടുവാഴി മൂപ്പനുണ്ടേ. മൂപ്പന് തുണയായി ചേനനുണ്ടേ, ചേനന്റെ തോളിൽ മാറാപ്പുണ്ടേ. കാടും മേടും കടന്നു വരുന്നൊരു നാടുവാഴി മൂപ്പനുണ്ടേ. മൂപ്പന് തുണയായി ചേനനുണ്ടേ, ചേനന്റെ തോളിൽ മാറാപ്പുണ്ടേ. മാറാപ്പിനകത്തൊരു പൊതിയുമുണ്ടേ, പൊതിയിലൊരിത്തിരി വറ്റുമുണ്ടേ. പ്രാണനകറ്റുവാൻ വായുമുണ്ടേ, വായു അകറ്റുവാൻ ഏനെന്റെ ദൈവമുണ്ടേ. വല്ലവന്റെ പൈസ കുടിച്ചാ ഇങ്ങനെ.